ഹായ്, എവർക്കും നമസ്കാരം. വിനീഷ് ബാബുയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണമൊക്കെ അടുത്തല്ലോ, അപ്പം നമുക്കൊരു പായസത്തിൻ്റെ വീഡിയോ ചെയ്യാം. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പരിപ്പ് പായസം ഉണ്ടാക്കിയായിരുന്നു. പ്രാവശ്യം 2 പായസം ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആദ്യമേ നമുക്കൊരു പാൽപ്പായസം അങ്ങോട്ട് ഉണ്ടാക്കാം. അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ കാര്യം അറിയാമല്ലോ, ഓർക്കുമ്പോൾ നാക്കെ വെള്ളം വരും. അപ്പം നമുക്കൊരു അടിപൊളി പായസം ഉണ്ടാക്കാം. ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എന്നാൽ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്കിന്ന് പാൽപ്പായസം ഉണ്ടാക്കാം. നമ്മുടെ കുഞ്ഞുരുളി എന്നത്തെയും പോലെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിന്ന് ഫ്ലെയിം ഓൺ ചെയ്യുവാണേ. ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ അകത്ത് 1 ഗ്ലാസ് ഉണക്കലരി എടുത്തിട്ടുണ്ട്. ആ ഗ്ലാസ്സിന് തന്നെ 4 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിന് ഒഴിച്ചു കൊടുക്കുവാണേ. ആ ഗ്ലാസ്സിന് തന്നെ അതേ സെയിം ഗ്ലാസ്സിന് അളന്നാണ് 4 ഗ്ലാസ് വെള്ളം. ഞാനേ ഒരു 700 മില്ലി പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളപ്പിച്ചേക്കാം. എന്നാണെന്നറിയോ, തിളപ്പിച്ചൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നമില്ല. അല്ലാതെ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടല്ലോ, പാല് പശുമ്പാലായതുകൊണ്ടേ. അതുകൊണ്ട് നമുക്ക് തിളപ്പിച്ച് വെച്ചേക്കാം. സമയമാകുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ പായസം തന്നെ പോയി. അതുകൊണ്ട് നമുക്ക് തിളപ്പിച്ചേക്കാം. നമുക്കെന്നാൽ അരി ഒന്ന് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാവേ. അപ്പം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ചേർക്കുന്നില്ല, ഒരു 1/2 സ്പൂണ് നെയ്യ് ഇതിൻ്റെ അകത്തും ചേർത്ത് കൊടുക്കുവാണേ. അരി ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ചിട്ട് അരി ഇട്ട് കൊടുക്കുവാണേ. ഇത് വലിയ അരിയായിരുന്നു. ഞാനത് മിക്സിയുടെ ചെറിയ ജാറിൻ്റെ അകത്തോട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി പൊടിച്ചിട്ടുണ്ടേ. പൊടിയല്ല, അന്ന് ചെറുതാക്കിയിട്ടുണ്ട് ഇത്. അപ്പോൾ ചെറുതാക്കുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ ഈ പായസം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നല്ല വേഗുകയും ചെയ്യും. ചെറുതായിട്ടിങ്ങനെ ചോറ് കടിക്കുകയും ചെയ്യും. അപ്പം നമുക്കിത് വേകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അരി ഏകദേശം വേവായി വരുന്നുണ്ട്. ഒരു പകുതി വേവ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാവേ. ഇതുണ്ട്, ഏകദേശം വേവായി വരുന്നുണ്ട്. ഞാൻ പൊടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സിക്കകത്ത് പൊടിച്ചായിരുന്നല്ലോ. അപ്പം ഇതിൻ്റെ അകത്ത് വലിയ അരിയുണ്ട്, ചെറിയ അരിയുണ്ട്. അന്നേരം ഒരേ വലുപ്പമല്ല. ഉണ്ടോ, നമുക്ക് കൈ കൊണ്ട് നോക്കാം വേവ് എന്നായെന്നുള്ളത്. ഒരു ലേശം കൂടെ വെന്താൽ മതി. എന്നിട്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാവേ. നമ്മുടെ അരി കറക്റ്റ് വേവായിട്ടുണ്ട്. ഇതുണ്ടോ, മിക്സായിട്ടാണ്. ചെറിയ അരിയും വലിയ അരിയും ഉണ്ട്. നമ്മൾ പൊടിച്ചുകൊണ്ട് അങ്ങനെ കിട്ടിയതേ, ഒന്ന് പൊട്ടിച്ചിട്ടാറുണ്ട്. അപ്പോൾ നമുക്കെന്നാൽ പാൽ ഒഴിച്ചു കൊടുക്കാവേ. ഒരു 3/4 വേവ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പാൽ ഒഴിച്ചു കൊടുക്കുന്ന ടൈമാണ്. അപ്പോൾ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതിനെ ഇളക്കി കുറുക്കി എടുക്കണം. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതൊന്ന് വറ്റി, ഇതിൻ്റെ അത് വെള്ളവും പാലും കൂടിയാണല്ലോ. നമ്മളൊരു പകുതി വേവ് കഴിഞ്ഞപ്പോഴത്തേക്ക് പാൽ ഒഴിച്ചു. അപ്പം വെള്ളം കുറച്ച് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അപ്പം ആ വെള്ളവും കൂടെ ചേർന്ന് വറ്റിയാലേ ഉള്ളൂ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം ഇത് വറ്റി ഒരു 1/4 ഭാഗം കൂടെ വറ്റി കഴിയുമ്പോൾ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ പഞ്ചസാര അതിൻ്റെ മെൽറ്റായി ഇറങ്ങുമ്പോൾ ചെറിയൊരു കളർ ചേഞ്ചൊക്കെ ഉണ്ടാക്കിയോളൂ. പാൽപ്പായസം ഏകദേശം കുറുകിയിട്ടുണ്ടേ. ഉണ്ടോ, കുറുകിയിട്ടുണ്ട്. ഈ പാൽപ്പായസം എന്ന് പറഞ്ഞാൽ ഒത്തിരി നമ്മുടെ അടപ്രഥമനൊക്കെ പോലെ അങ്ങ് കുറുകിപ്പോകരുത്. കുറുകിപ്പോയപ്പോൾ ഞാൻ അതിൻ്റെ ടേസ്റ്റ് ഇല്ല. ഈ ലെവലിൽ വേണം നിൽക്കാൻ. അപ്പോൾ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുത്താലോ. ഈ 1 ഗ്ലാസ് പഞ്ചസാര ആണ് എടുത്തിരിക്കുന്നത്. മധുരം നോക്കിയിട്ട് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാവേ. നന്നായി ഇളക്കി കൊടുക്കാം. നമുക്കൊന്ന് മെൽറ്റ് ആയിക്കോട്ടെ. മെൽറ്റ് ആകുമ്പോൾ തന്നെ ഇതിൻ്റെ കളറ് മാറും. നല്ല ഒരു എന്നാ പറയണ്ടേ, ആ പാൽപ്പായസത്തിൻ്റെ കറക്റ്റ് കളറ് അങ്ങനെ അറിയാം പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് പറയാം. നമ്മുടെ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. പാൽപ്പായസത്തിനൊക്കെ നമ്മൾ അമ്പലപ്പുഴ പാൽപ്പായസം കൂട്ടിയാണ് പറയാറ്. നമ്മുടെ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഏലക്കായോ അണ്ടിപ്പരിപ്പോ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ ഒരു കളറിന് വേണ്ടി ഞാൻ കറുത്ത മുന്തിരി
കറുത്ത ഉണക്കമുന്തിരി ഞാൻ നെയ്ക്കകത്ത് വറുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കുവാണേ. ഇതിൻ്റെ അകത്ത് കിടക്കുമ്പോൾ ഒരു കളർ കിട്ടും, ഇടയ്ക്കൊരു വൈറ്റിൻ്റെ കൂട്ടത്തിൽ ഒരു ബ്ലാക്ക്, അതുകൊണ്ട് ചേർക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് മധുരം എല്ലാം നല്ല പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പാൽപ്പായസം റെഡി ആയിട്ടുണ്ടേ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് പെട്ടെന്ന് കുടിക്കുക. അടിപൊളി സാധനം, നല്ല സൂപ്പർ ടേസ്റ്റ്. ഇതാണ് പാൽപ്പായസം. എല്ലാവരും ഓണത്തിന് ഉണ്ടാക്കണം കേട്ടോ പാൽപ്പായസമേ. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്കെന്നാൽ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.